ഹായ് ഹലോ നമസ്കാരം. ഇന്ന് 4 മണിക്കൊക്കെ പറ്റിയ നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണേ. അപ്പോൾ നല്ല തവിടുള്ള അരി ഇതാ കഴുകി വൃത്തിയാക്കി വറുത്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ വറുത്തെടുക്കണം, എന്നിട്ട് നല്ലപോലെ ചൂടാറിയെടുക്കണേ. പിന്നെ കപ്പലണ്ടിയാണേ, ഞാൻ സാധാ കശുവണ്ടിയല്ല എടുത്തേക്കുന്നത്. ഇതാ ഇങ്ങനത്തെ ഒരു കശുവണ്ടി, ഇതിപ്പോൾ ഇങ്ങനെ നല്ല റോസ്റ്റ് ചെയ്ത് കിട്ടുമേ. ഇത് കണ്ടോ, ഈ പരുവത്തിൽ കിട്ടും, നല്ല രുചിയാണ്. നമ്മൾ നാട്ടിലൊക്കെ ചുട്ടെടുക്കില്ലേ, നമ്മൾ കരികിലേക്ക് കൂട്ടി ചുടുന്ന ആ ഒരു കപ്പലണ്ടിയുടെ അടുത്തൊക്കെ വരുന്ന ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ ഇങ്ങനെ നല്ലപോലെ പൊളിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ സൗണ്ടോട് കൂടി ഇതാ സിമ്പിളായിട്ട് പൊളിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുകൂടെയാണ് എടുക്കുന്നത്. അപ്പോൾ റൈസ് വറുത്തതും പിന്നെ ഇതാ ഈ കശുവണ്ടി വറുത്തെടുത്തതും കൂടിയാണ്. പിന്നെ കൂടെ ശർക്കര വേണം. അപ്പോൾ ശർക്കരയ്ക്ക് ഞാൻ ഇതാ ഈ ഡബിൾ ഹോസിൻ്റെ ഈ ശർക്കര ആട്ടോ എടുത്തേക്കുന്നത്, നല്ലതാണ്, പൊടിയാണ്. അപ്പോൾ ഇതാ കപ്പലണ്ടി അരിയും എല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് പൊടിച്ച് ഈ ഒരു പരുവത്തിലാക്കി എടുക്കണേ. നല്ലപോലെ പൊടിച്ചു, നമ്മൾ അരിയുണ്ടയൊക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു പരുവം. പിന്നെ തേങ്ങ വേണം. അപ്പോൾ തേങ്ങയും കൂടെ ചെറുതായിട്ടൊന്ന് ഇതാ ഇതുപോലെ ആക്കിയെടുത്തേ. അത് കഴിഞ്ഞ് ഏലക്ക ഫ്ലേവറിന് വേണ്ടി ഇടുന്നുണ്ട്. ജീരകം ഇഷ്ടമാണ് അതും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഏലക്ക മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ ശർക്കരയും കൂടി ഇട്ട് ഒന്ന് നല്ല പോലെ വൃത്തിയായിട്ട് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് എല്ലാം കൂടെ ആക്കിയിട്ട് ഉണ്ട പിടിക്കുകയാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത്. നല്ല സ്മെല്ലാണ് കേട്ടോ, അതുപോലെ തന്നെ നല്ല രുചിയാണ് കേട്ടോ, നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമാണിതേ. നമ്മൾ ഈ ഡയറക്റ്റ് കപ്പലണ്ടി വീട്ടിലൊക്കെ ഉള്ളത് ചുട്ടുണ്ടാക്കുകയാണ് ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. ഇതും കുഴപ്പമില്ല. ഞാൻ സാധാ കപ്പലണ്ടി റോസ്റ്റ് ചെയ്തുണ്ടാക്കിയതിനേക്കാളും എനിക്ക് ഇങ്ങനെ വരുന്ന ഈ റോസ്റ്റഡ് കപ്പലണ്ടിയിൽ ഉണ്ടാക്കിയപ്പോഴേ ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നി. ഇത് നല്ല രുചിയാട്ടോ. അപ്പോൾ ഒരു വട്ടം ഉണ്ടാക്കിയിട്ട് പിള്ളേർക്കൊക്കെ ഒന്ന് കൊടുത്തു നോക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ, സീ യു.